ബാറ്റ്മാന്റെ മാസ്ക് കശുവണ്ടി ചുടുന്ന പോലെ തീയിലിട്ട് ചുട്ടിട്ട് അതുകൊണ്ടേ വെച്ചിട്ട് കാർത്തിക്കാര് വില്ലനായിട്ട് വരും. എന്നിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം തോന്നി തിരിച്ചു പോകുന്ന ഒരു പ്രേതം. എന്തോന്ന് പടം അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മറ്റേ പൃഥ്വിരാജിന്റെ ഒരു പടം ഉണ്ടായിരുന്നത്, എന്താണ് പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പടമൊക്കെ എടുത്തു വെക്കി. എന്നാണ് നമ്മൾ അങ്ങനത്തെ പടമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? എത്ര കാലം മുമ്പ് കിടിലം പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ സിദ്ദിഖിനെ കണ്ട് എപ്പോഴും പേടിയാവും. ബുൽബുലയ്യ 3 അയ്യന്റെ മോനെ ഇമാരി ഒരു അലവലാതി പടം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ബുൽബുലയ്യ 2 എന്താണോ അതന്നെയാണ് ബുൽബുലയ്യ 3. സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേ സാധനം തന്നെയാണ്. തബു മറ്റേതിൽ 2 റോളിൽ വരുന്നുണ്ട്, ഇതിൽ മാധുരി ദീക്ഷിത്തും വിദ്യാ ബാലനും വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ബുൽബുലയ്യ സീരീസ് അതേ പാട്ട് അതേ കഥ. പിന്നെ എന്തിന് ബുൽബുലയ്യ 3 എന്നാണ് എനിക്ക് അറിയാത്തത്. സോ എല്ലാ സിനിമയിലും ഉണ്ടാവില്ല ഒരു മന്ത്രവാദി, നീ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണ്ണിൽ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനം ഇതിലും ഉണ്ട്. എടേ തനിക്ക് പറ്റില്ലെങ്കിൽ നിർത്തിട്ട് പോടെ, ഇത് മറ്റേ പുലിമുരുകലിൽ ബിൽഡപ്പ് കൊടുക്കണ പോലെ. സോ ഈ സിനിമയിൽ കുറെ ഇല്ലക്കകളുണ്ട്, അതായത് മഞ്ജുലിക്ക, അഞ്ജലിക്ക, ഷബീർ ഖ, നെല്ലിക്ക പറഞ്ഞ കുറെ പ്രേതങ്ങളുണ്ട്. സോ ഇവർക്ക് കൊടുക്കുന്ന ബിൽഡപ്പ് കാരണം ഒരാൾ ഹറിക്കെയിൻ ആണ്, ഒരാൾ സൈക്ലോൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ തരും അമ്മിണി പശുവിന് പലത്ര നായി നായി ഇരുന്നായി മീനിന് തിന്നു മുള്ളു കുടുങ്ങി പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചിരിക്കുന്നു. നമ്മൾ അയ്യേ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് കാർത്തികാര്യം കണ്ട സ്വപ്നമാണ്. ശരി, എന്നാ പിന്നെ ഇവർ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുമ്പോൾ പ്രളയമാണ് ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവര് ജാക്കറ്റ് മാറ്റുന്നുണ്ട്, സാരി മാറ്റുന്നുണ്ട്, മേക്കപ്പ് ഇടുന്നുണ്ട്. ഇതിന് മാത്രം കറുത്ത സാരി എവിടുന്നാ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ പകൽപൂരം സിനിമകളിലൊക്കെ വെള്ള സാരി ആയിരുന്നല്ലേ, ഇവിടെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ അത് കറുപ്പ് സാരിയായി മാറും. ഇതിന്റെ ഡയറക്ടർ ഇതൊക്കെ കണ്ട സമയത്ത് ആ പകൽപൂരോ മേഘ സന്ദേശം ഒക്കെ ഇരുന്ന് കണ്ടിട്ട് വെച്ച മറ്റേ മധുമാസം പൊഴിയണ് അതൊക്കെ കണ്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു സിനിമ എടുക്കാൻ പറ്റുന്ന ഞാൻ പറയുള്ളൂ. ഇത് എന്തോന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവസാനം വേറൊരു ട്വിസ്റ്റ്, കാർത്തികാര്യൻ പെണ്ണാണ്, കാർത്തികാര്യനാണ് ഇത്ര വില്ലൻ. സോ ഇതിൽ കുറെ കമന്റ് കണ്ടിട്ടായിരുന്നു കാർത്തികാര്യന്റെ പോസ്റ്റ്, ഈ ക്ലൈമാക്സ് കണ്ട് ഞങ്ങൾ കരഞ്ഞു ഇത്ര. എന്താ ആരെങ്കിലും തട്ടിപ്പോയാ? ഈ മറ്റേ ബാറ്റ്മാന്റെ മാസ്ക് ഈ കശുവണ്ടി ചുടുന്ന പോലെ തീയിലിട്ട് ചുട്ടിട്ട് അതുകൊണ്ടേ വെച്ചിട്ട് കാർത്തികാര്യ വില്ലനായിട്ട് വരും. എന്നിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം തോന്നി തിരിച്ചു പോകുന്ന ഒരു പ്രേതം. എന്തോന്ന് പടം അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മറ്റേ പൃഥ്വിരാജിന്റെ ഒരു പടം ഉണ്ടായിരുന്നത്, എന്താണ് പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പടമൊക്കെ എടുത്തു വെക്കി. എന്നാണ് നമ്മൾ അങ്ങനത്തെ പടമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? എത്ര കാലം മുമ്പ് കിടിലം പടം എടുത്തു വെച്ചിരിക്കുക. അതിന്റെ സിദ്ദിഖിനെ കണ്ട് എപ്പോഴും പേടിയാവും. സോ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇവർ കാസ്റ്റ് ചെയ്തത് ഓവർ ആക്ടിങ്ങിന്റെ ബേസിസിലാണ്. എല്ലാം പക്ക കോമാളികളാണ്. തൃപ്തി ഡിംറിക്ക് 5-ൽ 5 കൊടുക്കുക കോമാളി തരത്തിൽ. പിന്നെ നമ്മുടെ മാധുരി ദീക്ഷിത്തിന് 4.5 കൊടുക്കാൻ പറ്റുള്ളൂ, കാർത്തികാര്യന് 4 കൊടുക്കുക. ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് തോന്നി വിദ്യാ ബാലനാണ്. കിട്ടില്ലായിട്ട് തന്നെ പെർഫോം ചെയ്തത്. ആളുടെ ഓരോ എക്സ്പ്രഷൻസ് വരെ അടിപൊളിയായിരുന്നു. കോമാളിത്തരം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന തൃപ്തി ദിംറ എപ്പോഴും ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ആൾക്കാർ കയറി പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഒരാൾ ചത്ത് കിടന്നിട്ട് അയാളുടെ സംസ്കാരം നടക്കുക, അവിടെ അങ്ങനെ തന്നെയാണ് തൃപ്തിയെ പ്രസന്റ് ചെയ്യുക. ഇത് കണ്ടിട്ട് ആൾ കയറും പറഞ്ഞിട്ടാണ്. നോർത്തിലൊക്കെ കയറിയായിരിക്കും, നമുക്ക് അത്രയും ദാരിദ്ര്യം ഇല്ല തോന്നുന്നു. സോ ഈ സിനിമയാണ് IMDbയുടെ 2024 മോസ്റ്റ് പോപ്പുലർ പടം. അതേപോലെ തന്നെ 500-600 കോടി കളക്ഷൻ കിട്ടിയ സിനിമയാണ്. ഇപ്പൊ ഈ കാർത്തികാര്യന്റെ ഹുക്ക് സ്റ്റെപ്പും അതേപോലെ തന്നെ മൂടും കൊണ്ടുള്ള മൂൺവാക്കൊക്കെ കാണണം വെച്ച് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റൂബ് ബാബ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് അണ്ണനെ കറുപ്പൊക്കെ ഇട്ടിട്ട് മാച്ച് ഫിനിഷ്ഡ് ബുള്ളറ്റിൽ വരുന്നുണ്ട്. സോ വന്നു കഴിഞ്ഞിട്ട് യൂഷ്വൽ അങ്ങേരുടെ കോമാളിത്തരങ്ങൾ, അങ്ങയുടെ ഫ്രോഡ് പരിപാടിയൊക്കെ കാണിക്കുന്നു. ഇത് കണ്ടിട്ട് തൃപ്തി ഡിംറിയുടെ മേലെ പ്രേതം കയറിയിരിക്കുന്നു, ഒഴിപ്പിക്കാൻ വേണ്ടി വിളിപ്പിക്കാറ്. ആള് ഫ്രോഡാണെന്ന് അവർ കണ്ടുപിടിക്കുന്നു. നിന്നെപ്പോലുള്ള ആളെ ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. 200 വർഷം പഴക്കമുള്ള കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോവാണ്. ഇവിടുത്തെ പ്രേതത്തെ നീ ഒഴിപ്പിച്ചു തന്നു വെച്ച് നിനക്ക് 1 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവിടെ കുറെ കോമാളികളുണ്ട്. പ്രേതത്തെ പേടിച്ചിട്ട് കാലിത്തൊഴുത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടത്. എന്നാൽ ഈ സിനിമയിൽ നമുക്കത് കാണാം. ലോജിക്ക് പറഞ്ഞ സാധനം ഒരിക്കലും ഇതിൽ നോക്കാൻ പാടില്ല. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ടൈം 2 പേരും മേലെ കയറുന്ന കാർത്തികാര്യന്റെ പ്രേതമാണ്. സോ ഇനി അടുത്ത പാട്ടില് കാർത്തികാര്യൻ പെണ്ടാട്ടിയായിട്ട് കാർത്തികാര്യൻ തന്തപ്പിടിയായിട്ടൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ നിങ്ങൾക്ക് ബുൽബുലയ്യ 2 ഇഷ്ടപ്പെട്ടില്ല പിന്നെ നോക്കുക വേണ്ട. ബുൽബുലയ്യ 3 സിമിലർ സാധനം തന്നെയാണ്. എനിക്ക് ബുൽബുലയ്യ 2 എന്താ ഇഷ്ടപ്പെടാത്ത ഒരു സാധനം. അതുകൊണ്ട് ബുൽബുലയ്യ ഏറ്റവും അലവലാദ്യ ഒരു സിനിമ ആയിട്ടാണ് തോന്നിയത്. സോ നിങ്ങൾക്ക് സമയം എനിക്ക് കണ്ടു നോക്കാൻ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.